പെരുവന്താനം കണയക്കവയൽ കൊയിനാട് വനാതിർത്തിയോട് ചേർന്നുള്ള 10 ഏക്കർ ഭൂമി മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാലിന്യ സംസ്കരണ മാഫിയ. വന്യമൃഗശല്യത്തിന്റെ പേരിൽ റബ്ബർ വെട്ടിയതിനു ശേഷം ഭൂവുടമ പന്നി ഫാം നടത്താനായി കരാർ എഴുതി നൽകിയ സ്വകാര്യ ഭൂമിയിലാണ് ടൺ കണക്കിന് പ്ലാസ്റ്റിക് ദുർഗന്ധ മാലിന്യങ്ങൾ തള്ളുന്നത്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കമുള്ള വർജ്യവസ്തുക്കളാണ് രാത്രിയുടെ മറവിൽ ഇവിടെ നിക്ഷേപിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ കുമിഞ്ഞുകൂടിയ മാലിന്യം 200 മീറ്റർ മാത്രം അകലെയുള്ള തോടുകളിലേക്കാണ് എത്തുന്നത്. ഈ തോട് 1/2 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത അഴുത നദിയിലേക്കാണ് വന്നു ചേരുന്നത്. അഴുതയിൽ നിന്ന് പുണ്യനദിയായ പമ്പയിലേക്കും തുടർന്ന് കുട്ടനാട് മേഖലയിലേക്കും ഒഴുകിയെത്തുന്നു. അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് വലിയ ടിപ്പർ ലോറികളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ഇത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ രാത്രിയിലെ വിസർജ്യ മാലിന്യ സാന്നിധ്യം വന്യമൃഗങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നേരത്തെയും സമാന സംഭവം പെരുവന്താനം ചുഴുപ്പ് ഭാഗത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. മാലിന്യം തള്ളാൻ എത്തിയ ടിപ്പർ ലോറി ജനപ്രതിനിധികളും പ്രദേശവാസികളും ചേർന്ന് തടഞ്ഞു വെക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. അതേ മാഫിയ തന്ത്രങ്ങൾ മാറ്റി ഇപ്പോൾ കണയങ്കവയൽ മേഖലയെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. പഞ്ചായത്തൊക്കെ പരാതി നൽകിയതിനെ തുടർന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഗ്രാമവാസികളുടെ ജീവൻ ദുസ്സഹമാക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുകയും ചെയ്യുന്ന ഈ അനധികൃത മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ബന്ധപ്പെട്ട പഞ്ചായത്ത്, പോലീസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ ഉടനടി സ്ഥലം സന്ദർശിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നത്. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, പീരുമേട്.